കാരണം എങ്ങനെയാണെന്നറിയോ? വെൻ യു ആർ സീയിങ് യുവർ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ എനർജിയും എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് വരിക. സോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. കാരണം നിങ്ങളുടെ കൈ കിട്ടിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ, മഹത്തരമായ, ഏറ്റവും നല്ല അവസരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള കോൺഫിഡൻസും ബിലീഫാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ അത് ആസ്വദിച്ചിട്ടുള്ള ഒരു മാസമായിരുന്നു കഴിഞ്ഞ മാസം. കാരണം ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്നോട് എപ്പോഴും എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ മുഴുവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ബേസിക്കലി എൻ്റെ അച്ഛൻ ഒരു കർഷകനാണ്. അപ്പോ എൻ്റെ കുടുംബത്തിൽ യാതൊരു ബിസിനസ്സുകാരും ഇല്ല. എൻ്റെ അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചു. അപ്പൊ അദ്ദേഹം എന്താ പറയാ, എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു 10-15 ഏക്കർ സ്ഥലമാണ്. ഒരു കോഫി, റബ്ബർ എല്ലാം കൂടി ഒരു 15 ഏക്കർ വയനാട്ടിൽ എനിക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി അദ്ദേഹം തന്നു. മണിയേട്ടൻ അത്ര വലിയ കൃഷിക്കാരനല്ലെങ്കിൽ ഞാനൊരു ചെറിയ കർഷകനൊക്കെയാണ്. അപ്പോ ഒരു 100-350 വർഷം പഴക്കമുള്ള വലിയൊരു പ്രോപ്പർട്ടിയൊക്കെയാണ് എനിക്ക് തന്നത്. ഒരു വലിയൊരു വീട് ഇതൊക്കെ തന്നു. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, എടാ എന്തിനാണ് കുപ്പി വിൽക്കാൻ വേണ്ടി മണിപ്പൂര് പോയി കിടക്കുന്നത്? നിനക്ക് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് നല്ലൊരു റിസോർട്ടൊക്കെ തുടങ്ങി ഇവിടെ സുഖമായിട്ട് നിനക്ക് ജീവിച്ചാൽ പോലെ, എന്തിനാണ് ഇങ്ങനെയുള്ള റിസ്ക് എല്ലാം എടുക്കുന്നതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ യുവർ വേർഡ്സ്. നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ലോകത്തെ ഏറ്റവും നല്ല മഹത്തരമായ കാര്യമാണെന്ന് പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ വാക്കുകളല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ മാത്രമായിരിക്കണം എടുക്കേണ്ടത്. 2, പൂർണ്ണ സപ്പോർട്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയുടെ പൂർണ്ണ സപ്പോർട്ടോട് കൂടി ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ അമ്മ, ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് അമ്മ എന്നോട് പറയാണ്, ഏറ്റവും കൂടുതൽ മഴ പെയ്ത വയനാട്ടിൽ നിങ്ങൾക്ക് അറിയാം എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മഴ പെയ്ത സമയമാണ് കഴിഞ്ഞ മാസം. മണിയേട്ടനെ പോലുള്ള കർഷകർക്ക് അറിയാം, ഒരു കൃഷിയും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം. ഏകദേശം നമ്മൾ പല സാധനങ്ങൾ ചെയ്ത് മുഴുവൻ നശിച്ചു പോയ ഒരു സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ മാസം. ഒരു പണിക്ക് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല, ജോലിക്ക് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ എൻ്റെ GST ഫയൽ ചെയ്തപ്പോ ഞാൻ കൊടുത്തു ഇന്ന് കേരള സർക്കാരിനും ഇന്ത്യ ഗവൺമെന്റിനും 1,82,000 രൂപയുടെ GST ഞാൻ കൊടുത്തു. കഴിഞ്ഞ മാസം 1,82,000 രൂപയുടെ GST ഞാൻ കൊടുത്തു. ഈ മഴ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും എന്റെ 2.5 ലക്ഷം രൂപയ്ക്ക് ആഴ്ചയിലെ യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ് അല്ലാതെ ലോകത്തെ ഏത് ബിസിനസ്സിനാണ് ഇത്തരത്തിലൊരു റെസിജ്വൽ ഇൻകവും മറ്റും കിട്ടുക? സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും നല്ല ബിസിനസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എനിക്ക് എങ്ങനെ ഇത് സാധിച്ചത് ഒറ്റൊരു കാര്യമാണ്, ഞാൻ ഈ ബിസിനസിനെ വിശ്വസിച്ചു, ഈ കമ്പനിയെ വിശ്വസിച്ചു, ഈ സിസ്റ്റത്തെ വിശ്വസിച്ചു. അതിനുവേണ്ട പ്രവൃത്തി ഞാൻ കൃത്യമായിട്ട് എടുത്തു. പിന്നെ ഒരു ബ്ലൈൻഡ് ബിലീഫ്, സിസ്റ്റത്തിലും അപ്ലയൻസിലും നമ്മുടെ ടോട്ടൽ കാര്യത്തിലും ഒരു ടോട്ടൽ ബിലീഫ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു പോളിസി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, EDP എന്ന പ്രോഗ്രാമിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാക്കേജ് എന്താണ്? നിങ്ങൾ അതിലാണ് എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് എന്താണ്? അഭിലാഷ് തോമസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 25 വർഷമായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലെജൻഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ബുക്ക് ഉണ്ട്, ലോകത്തെ ഏറ്റവും വലിയ വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക് വിച്ച് ഐ ഹാവ് എവർ റെഡ്. ഔട്ട്ലയർ എന്നാണ് ബുക്കിന്റെ പേര്. സ്റ്റോറി ഓഫ് സക്സസ്. ഔട്ട്ലയർ എന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന വളരെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹം ഒരു മാസ്റ്റർ ആവുന്നത്, ഒരു ജോലി ചെയ്യുന്ന പ്രവൃത്തിയിൽ മാസ്റ്റർ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ 10,000 മണിക്കൂറിന്റെ മുകളിൽ ഒരു പ്രവൃത്തിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുമ്പോഴാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവര് ലോകത്തെ ഏത് പ്രവൃത്തിയിലാണെങ്കിലും അവർ മാസ്റ്റർ ആവുന്നത്. റഹ്മാൻ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിഷ്യൻ ആയത് അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും സമയങ്ങളാണ്. ഓരോ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അവർ മാസ്റ്റേഴ്സ് ആവുന്നത് അവർ എത്ര മണിക്കൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു പൈലറ്റിനെ പോലെ തന്നെയാണ് എല്ലാ പ്രവൃത്തിയിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അഭിലാഷ് തോമസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 25 വർഷമായി ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ലെജൻഡ്. അദ്ദേഹം 25 മണിക്കൂർ എന്ന് പറയുമ്പോൾ, നിങ്ങൾ 25 വർഷം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക,
ഏകദേശം 10, 20, 30, 40, 50 മണിക്കൂറിന് മുകളിൽ അല്ലെ എന്താ പറയാ ഒരു 50 മോർ ദാൻ 50,000 ഡേയ്സ് അല്ലെ 15,000 hours ഇൻവെസ്റ്റ്മെന്റ് ആണ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സുജിത് ഖാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 10 വർഷത്തിന് മുകളിൽ ഇൻഡസ്ട്രിയിൽ ഒരാള് 10-17 വർഷത്തിന് 10-20 വർഷത്തിൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി. ഞാൻ, ഓം പ്രകാശ്, അർജുൻ കെ വസന്ത്, മിസ്റ്റർ മണികണ്ഠൻ, മിസ്റ്റർ റാമോഹൻ, ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ 1.5 ലക്ഷം മണിക്കൂറിന്റെ എന്താ പറയാ അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ അപ്പുറത്ത് ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ എന്തെങ്കിലും വേണം ചോദിച്ചാൽ ഞാൻ പറയും ഒരു പണ്ടാരവും വേണ്ട. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പലപ്പോഴും ഞാൻ ആളോട് പറയാറുണ്ട്. ചില ആളുകൾ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമായിരുന്നു. ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയോട് ചോദിച്ചു, അല്ല മകനെ നീ എല്ലാ ട്രെയിനിങ്ങിനും വരുന്നതാണ്, ഇന്ന് എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ പറഞ്ഞു, അല്ല സാർ ഞാൻ വേറൊരു ട്രെയിനിങ് അറ്റൻഡ് വേണ്ടി പോയതാണ്. പക്ഷെ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയി തിരിച്ചു വന്നു. അപ്പൊ പുള്ളി പറയുന്നില്ല ഏത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയത്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയില്ല, തെറി മുഴുവൻ കേട്ടിട്ട് പുള്ളി തിരിച്ചു വന്നു. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല തെറികളെല്ലാം പഠിച്ച് പുള്ളി തിരിച്ചു വന്നു. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, 4 ബുക്ക് എടുത്ത് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് അത് പറഞ്ഞ് പഠിപ്പിക്കാൻ ആരും ആവണ്ട ഇവിടെ. അത് ഏത് എന്റെ ചെറിയ 3 വയസ്സുള്ള മോനോട് പറഞ്ഞാൽ അവൻ ചെയ്യുമോ അപ്പൻ? അത് വലിയ വലിയ മണ്ണാങ്കട്ടിയൊന്നുമല്ല ഈ ലോകത്ത്. പക്ഷേ ഉണ്ടല്ലോ, ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് ചെയ്ത് 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 തഴക്കവും പഴക്കവും വന്ന് അതിന്റെ എല്ലാ വശങ്ങളും കണ്ട് അതിന്റെ എല്ലാ രീതികളും മനസ്സിലാക്കി അതിന് ഒരു ചെറിയ കുറവ് പോലും വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാക്കേജ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നിൽ തരികയാണ്. മക്കളെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എന്നുള്ളത്. അതായത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സാധനം. EDPക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാക്കേജും അതാണ്. 2 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ സെഷൻസും ഒരു ബുക്കിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ള സാധനമല്ല. 10 പേരടങ്ങുന്ന വിവാ അഡ്വൈസറി കൗൺസിൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ VAC എന്ന് പറയുന്ന അഡ്വൈസറി കൗൺസിലിൽ ഇരുന്ന് കൊണ്ട് 10 പേരുടെ അവരുടെ 10 വർഷത്തെ എക്സ്പീരിയൻസിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാം മനസ്സിലാക്കി അത് കൃത്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക് വിജയിക്കാൻ വേണ്ടി മുന്നിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും നല്ല ഒരു ട്രെയിനിങ് സെഷൻ തന്നെ ആയിരിക്കുമെന്നൊരു സംശയം വേണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് എക്സ്ട്രാ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർ ഫൈൻഡർ ലീഡർ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ അത് കളയരുത്. കാരണം I always believe if you come alone, you will learn. If you come with your team, you will earn. ഒരു ചാൻസ് പോലും ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയും കിട്ടുവാൻ അത് മിസ് ചെയ്യാൻ പാടില്ല. സോ ഇന്ന് ഞാൻ ഈ ബിസിനസ്സിൽ ഒരു ബ്ലാക്ക് ഡയമണ്ട് ആയി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത്രയും വർഷത്തെ എന്റെ സമയം ഞാൻ ഇതിൽ കൃത്യമായി മുടക്കിയത് കൊണ്ടാണ്, എന്റെ കമ്മിറ്റ്മെന്റ്, ടൈം കമ്മിറ്റ്മെന്റ്, എന്റെ എന്താ പറയാ ഫിസിക്കൽ കമ്മിറ്റ്മെന്റ് ഈ ബിസിനസ്സിനോട് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഐ എം സീറ്റിംഗ് ആസ് എ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആൻഡ് വിവാ അഡ്വൈസറി കൗൺസിൽ മെമ്പർ ഓഫ് ദ വണ്ടർഫുൾ ദ വൺ ആൻഡ് ഓൺലി കമ്പനി ഇൻഡസ് ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നെവർ ബി ടേക്ക് എഫർട്ട് ഓഫ് ടേക്കിംഗ് റിസ്ക് എടുക്കാൻ വേണ്ടി ഒരിക്കലും പേടിക്കരുത്, മുന്നിട്ടിറങ്ങണം. It is only through the risks you can actually grow and design. റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വളരാനും നിങ്ങളെ ഷേപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളെ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ റിസ്ക് എന്താണ്? നിങ്ങളുടെ സമയം. ഇവിടെ വേറെ ഒരു ഫിനാൻഷ്യൽ റിസ്ക്സ് ഒന്നുമില്ല. 4500 രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തികളോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഒരു 4500 രൂപയ്ക്ക് ഒരു ബിസിനസ് ട്രെയിനിങ്സ് എവിടെയും കിട്ടാനുണ്ടോ എന്നുള്ളത്. അന്ന് ഈ പണി ഞാൻ നിർത്തൂടെ. ലക്ഷങ്ങൾ മുടക്കി വലിയ വലിയ ബിസിനസ്സുകാർ വിദേശത്തും ലക്ഷങ്ങൾ മുടക്കി പല വലിയ വലിയ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്നു കോടീശ്വരനാവാൻ പഠിപ്പിക്കാൻ മക്കളെ. 4500 രൂപ ഭക്ഷണവും താമസവും മാത്രം. ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്ക് ഇപ്പൊ മണിയേട്ടൻ പറഞ്ഞു, കാരണം ഞാനിവിടെ എത്തിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അന്ന് ആ കറക്റ്റ് സമയം 35 മിനിറ്റ് ഫ്ലൈറ്റ്. ഞാൻ ഫ്ലൈറ്റിന് പോവാം, ഞാൻ എന്റെ പൈസ കൊടുത്താണ് ഞാൻ വരുന്നത്. കാരണം എന്താണ്? എന്റെ ബിസിനസ്, എന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഈശ്വരൻ നമുക്ക് പണം തരുന്നു, നമ്മൾ കൊടുക്കുന്നു, പോരുന്നു. സോ നെവർ ബി ടേക്ക് എഫർട്ട് ഓഫ് ടേക്കിംഗ് റിസ്ക്.
ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കണം. പല റിസ്കുകൾ എടുത്തിട്ടുണ്ടാവും, പക്ഷെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക്, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കുന്നു, സംശയം വേണ്ട. ഈ വരുന്ന ഞായർ തിങ്കൾ എല്ലാം മറന്ന് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളെ പൂർണ്ണമായും ഈ വരുന്ന 2 ദിവസം നിങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളെ പൂർണ്ണമായും നിങ്ങൾ അതിലേക്ക് മാറ്റിക്കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളോടും നിങ്ങൾ എന്ത് ചെയ്യുക, ഹോട്ടലിന്റെ നമ്പർ കൊടുക്കുക. ഹോട്ടലിന്റെ നമ്പർ, ഹോട്ടൽ 4 പോയിന്റ് ഷെറാട്ടന്റെ നമ്പർ കൊടുക്കുക. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇന്ന് ഹോൾ ഉണ്ടാവും പറഞ്ഞു കൊടുക്കുക. ഫോൺ എല്ലാം മാറ്റി വെച്ച്, സോഷ്യൽ മീഡിയ എല്ലാം മാറ്റി വെച്ച്, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോ, അത് നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് നോക്കിയിട്ട്. അപ്പോ മാറ്റിവെച്ച് പൂർണ്ണമായും ഈ 2 ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളായിരിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു പൂർണ്ണ സമർപ്പണം നിങ്ങൾ 2 ദിവസം ഇവിടെ കൊടുക്കുക. കാരണം നിങ്ങളുടെ പൂർണ്ണ സമർപ്പണം അതിന് ആവശ്യമാണ്. ഈ 2 ദിവസം ഈ പറയുന്ന എന്താ പറയാ ലക്ഷങ്ങൾ എന്താ പറയാ ഈ ബിസിനസിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എടുത്തുനിന്ന് കിട്ടാൻ പോകുന്ന ഈ അറിവ് എന്റെ ബിസിനസ്സിലെ, എന്റെ ജീവിതത്തിലെ, എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുക. എന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒരു 100% ഒരു ഡയമണ്ട് മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും പോവുക. ആ ഡയമണ്ട് മൈൻഡ് സെറ്റോട് കൂടി പോയി ഈ ബിസിനസ്സിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിൽ വന്ന് ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആവട്ടെ വരുന്ന നമ്മളുടെ എന്താ പറയാ EDP എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. സോ എല്ലാവരും നമുക്ക് EDP പ്രോഗ്രാം കാണാം. EDP കാണുമ്പോൾ ഈ ഒരു എനർജിയും ഈ ഒരു എക്സൈറ്റ്മെന്റോടും കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കണം. ആളുകൾ പറയണം, ഓ എന്തോ വലിയ കാര്യം സംഭവിക്കുന്നു കൊച്ചിയിൽ എന്നുള്ള ഒരു ഫീൽ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവണം. സോ താങ്ക് യു സോ മച്ച് everyone for joining for this today's meeting, and thank you so much for just inviting me for this to talk my experience, and thank you so much Manita. I'll move back to you. Thank you Aziz sir, thank you.